നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-25 സീസണിന് തുടക്കമാവാൻ ഇനി കുറഞ്ഞ നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. യൂറോ കപ്പിന് ശേഷമാണ് ഓരോ ക്ലബ്ബുകളും തങ്ങളുടെ പ്രീ സീസൺ ക്യാമ്പുകൾ ആരംഭിക്കുക. പിന്നീട് നമുക്ക് സീസണിലേക്ക് കടക്കാൻ സാധിക്കും എന്നതാണ്. ഏതായാലും ഇതിന് മുന്നോടിയായി യുവേഫ തങ്ങളുടെ ക്ലബ്ബ് റാങ്കിങ് അഥവാ കോഎഫിഷ്യന്റ് റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതുക്കിയ റാങ്കിങ് ആണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. 123 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. രണ്ടാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണ്. 119 പോയിന്റുകളാണ് അവർക്കുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയത് റയൽ മാഡ്രിഡ് ആണ്. അതുപോലെ തന്നെ ലാലിഗയും അവർ സ്വന്തമാക്കിയിരുന്നു. മൂന്നാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക് ആണ് വരുന്നത്. നാലാം സ്ഥാനത്ത് ഇംഗ്ലീഷ് ക്ലബ്ബായ ലിവർപൂൾ വരുന്നു. അഞ്ചാം സ്ഥാനത്ത് ഇറ്റാലിയൻ ക്ലബ്ബായ റോമ. ആറാം സ്ഥാനത്ത് PSG. ഏഴാം സ്ഥാനത്ത് VRL. എട്ടാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. ഒൻപതാം സ്ഥാനത്ത് ചെൽസി. 10ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ എന്നിങ്ങനെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ബയർ ലെവർക്യൂസനെ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട്. അവരിപ്പോൾ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ സാബിയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത്. 11ാം സ്ഥാനത്തുള്ളത് ബയർ ലെവർക്യൂസൻ ആണ്. അതേസമയം വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതുപോലെ തന്നെ ബാഴ്സലോണയും ഒക്കെ ഏറെ പിറകിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 14ാം സ്ഥാനത്താണ് ഉള്ളത്. യുവേഫയുടെ കോമ്പറ്റീഷനുകളിൽ വളരെ മോശം പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെയാണ്. അതേസമയം ബാഴ്സലോണ ഏറെ പിറകിലാണ് എന്ന് പറയേണ്ടി വരും. 18ാം സ്ഥാനത്താണ് ബാഴ്സയുള്ളത്. സമീപകാലത്ത് ഒരു ബുദ്ധിമുട്ടേറിയ സമയമാണ് ബാഴ്സക്കുള്ളത്. 17ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 19ാം സ്ഥാനത്ത് ആഴ്സണൽ ആണ് വരുന്നത്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ ഒരു റാങ്കിങ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ക്ലബ്ബ് ഫുട്ബോൾ ലോകത്തെ തങ്ങളുടെ ആ ഒരു ആധിപത്യം അത് മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.